ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണം എന്ന രൂപത്തിലുള്ളൊരു അവ്യക്തത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനേറെ നമുക്കറിയാം, ഈ ബദറുദ്ദീൻ ജഡ്ജി ഇത് കേൾക്കുന്ന ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വസ്തുതാപരമായ പിശകോടെയാണ് വിജിലൻസിൻ്റെ അഭിഭാഷകൻ അവിടെ അവതരിപ്പിച്ചത് എന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ അങ്കലാപ്പ് വിജിലൻസിന് എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിന്നെ ഏറ്റവും ഒടുവിലായി ഈ വിഷയത്തിൽ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളെ ഏറ്റവും പ്രതിരോധത്തിലാക്കാനിടയുണ്ടായിരുന്ന വാചകം പറഞ്ഞത് കോടിയേരിയാണ്. സ്വജനപക്ഷപാതമുണ്ടായി, തെറ്റുപറ്റി ജയരാജന്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന്. പക്ഷേ ഇന്നലെ അങ്ങുകൂടി സന്നിഹിതനായിരുന്ന നിയമസഭയിൽ ഇത് പിണറായി വിജയൻ സമ്മതിച്ചോ? ഇല്ല. ഒരു ധാർമ്മികതയുടെ തലമാണ് പറഞ്ഞത്. EP പറഞ്ഞതും ഞാൻ പറഞ്ഞതും കോടിയേരി പറഞ്ഞതുമെല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് കോടിയേരി കുടുക്കിയതിൽ വീണ്ടും പോയി വീണാൽ ഉണ്ടാകാവുന്ന ആപത്തിനെപ്പറ്റി നല്ല ബോധ്യമുള്ളതുകൊണ്ട് അകലം പാലിക്കുകയായിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ കുറ്റം നിങ്ങൾ കാണുന്നതാണ്. ഇവിടെ ഇപ്പോൾ എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഫിക്ഷനാണ് തോന്നുന്നത്, ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന പ്രതീതിയാണ്. ഇതിനെല്ലാം എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കഴമ്പുമില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ വേണു ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ ഓരോന്നായി ചോദിച്ചിരുന്നെങ്കിൽ ഓരോന്നായി ഉത്തരം പറഞ്ഞു പോകാൻ പറ്റും. ഇന്നലെ സത്യം, ഇന്നത്തെ സത്യം. അതെ, ഇത് ജേക്കബ് തോമസ് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അദ്ദേഹം ചില സമയത്ത് ചില ഫിലോസഫർ പോലെ സംസാരിക്കും, അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, CPM ഒരു തരത്തിലും വിപ്രതിപത്തി ഈ പറയുന്ന ജേക്കബ് തോമസിനോട് ഇല്ല. അങ്ങനെയെങ്കിൽ ഫയൽ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അതിപ്പം ഫയൽ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ അറിയും? നിങ്ങൾ ആ സംഘത്തിലുണ്ടോ? വേണമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്ന വിവരങ്ങളെല്ലാം വെച്ച് ഗവൺമെന്റ് തലത്തിൽ വിജിലൻസ് കോടതിയിൽ എന്ത് സംഭവിച്ചു ഞാൻ പറയുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞല്ലോ ഈ EP ജയരാജന്റെ രാജിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. വിജിലൻസ് കോടതിയിൽ നിങ്ങളുടെ അഭിഭാഷകൻ പറഞ്ഞത് വിജിലൻസിന് നേരിട്ട് പരാതിയായി കൊടുക്കണമായിരുന്നു, അതല്ലാതെ വിജിലൻസ് കോടതിയിലേക്ക് വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ വിജിലൻസ് ജഡ്ജി ചോദിക്കുകയാണ്, നേരിട്ട് വിജിലൻസിന് കൊടുക്കാതെ കോടതിയിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടോ? നിങ്ങളുടെ വിജിലൻസ് അഭിഭാഷകന് നാവ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്ന് മാത്രവുമല്ല സർ, ഇപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് സ്വയം വിജിലൻസ് അവിടെ സമ്മതിച്ചിട്ടുമുള്ളതാണ്. വേണു ശക്തികുത്തി പറഞ്ഞാലൊന്നും വേണുവിന് വേണ്ട ഉത്തരം എൻ്റെ വായിന്ന് കിട്ടില്ല. ഞാൻ പറഞ്ഞത് വസ്തുത അല്ല, നിങ്ങളിപ്പോൾ വളരെ ഫോഴ്സ്ഫുള്ളായി പറഞ്ഞ കാര്യങ്ങളാണ്. വിജിലൻസ് കോടതി ഇപ്പോൾ കേട്ടില്ല, തള്ളിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് എന്താണ് EP ജയരാജന്റെ ഇഷ്യൂ? അല്ലല്ല, EPയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലളിതമായുള്ളൊരു ചോദ്യം ഷംസീർ, നിങ്ങളുടെ അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ വന്ന് പറയുകയാണ്, ഇവിടെ സ്വകാര്യ ഹർജി നൽകിയ ആളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വിജിലൻസിന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന്. വിജിലൻസിന് പരാതി കൊടുത്ത ആളാണ് V മുരളീധരൻ, വിജിലൻസിന് പരാതി കൊടുത്തയാളാണ് രമേശ് ചെന്നിത്തല. അതിന്മേൽ നിങ്ങൾ അടയിരിക്കുകയാണ്, എന്നിട്ട് കോടതിയിൽ ചെന്ന് മറ്റൊരു ഭാഷ്യവും പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ വേണുവിനേക്കാളും എന്നെക്കാളും ഈ ഇരിക്കുന്ന പാനലിനേക്കാളും അഗാധ പാണ്ഡിത്യമുള്ള നിയമവിദഗ്ധന്മാരുണ്ടല്ലോ പുറത്ത്. അവരഭിപ്രായം പറയില്ല ഈ കാര്യത്തിൽ. നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഈ പറയുന്ന നിങ്ങളിപ്പോൾ EP എന്തോ മഹാ അപരാധം ചെയ്തു എന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. EPയുടെ കാര്യത്തിൽ കോടിയേരി പറഞ്ഞതും EP പറഞ്ഞതും അതുപോലെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെയാണ്. ധാർമ്മികതയുടെ വിഷയം മാത്രമേ ഉള്ളൂ. ലീഗലി കറക്റ്റ് ആണ്, ലീഗലി ഇൻകറക്റ്റ് ബട്ട് മോറലി ഇൻകറക്റ്റ്. അതാണ് ഇവിടെ ഈ പറയുന്ന കേസ്. നെപ്പോട്ടിസം എന്ന വാക്കാണെങ്കിൽ ആ നെപ്പോട്ടിസം എന്ന് വ്യാഖ്യാനിച്ചെടുത്ത കേസിനകത്ത് ഇത് പെടില്ല. നിങ്ങൾ വളരെ ഇൻഡപ്തിലേക്ക് ഈ കാര്യങ്ങൾ പോയാൽ ബോധ്യപ്പെടും. ഞാൻ ആ കുറേ കാര്യങ്ങൾ മനസ്സിലായി, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന ജേക്കബ് തോമസിനെ ഭയപ്പെടുന്നത് ഞങ്ങളല്ല, മടിയിൽ ഖനമുള്ളവർ മാത്രമേ വഴിയിൽ ഭയക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അഴിമതി കേസിലും ഞങ്ങളുടെ മന്ത്രിമാർ പെടില്ല എന്ന പൂർണ്ണബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾ EP-യുടെ കേസാണെങ്കിൽ EP-യുടെ കേസ് കറപ്ഷൻ അല്ല, ഞാൻ പറഞ്ഞല്ലോ. EP-യുടെ ഭാഗത്തുണ്ടായിരിക്കും EP കാണിച്ച ധാർമ്മികതയുടെ പ്രശ്നമാണത്. അതിന് അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു പോയി. കാരണം എന്നെ ഈ നിലയിലേക്ക് എത്തിച്ച എൻ്റെ പാർട്ടിയുടെ യശസ് ഇതിൻ്റെ ഭാഗമായി വേട്ടയാടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഇനി ഇവിടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ആരാണ് ജേക്കബ് തോമസിനെ ഭയപ്പെടുന്നത്? ജേക്കബ് തോമസിനെ ഭയപ്പെടുന്നത് മറ്റാരുമല്ല, UDF പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഹരിപ്പാട്ട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ വിധേയമാകുമ്പം ഇപ്പോൾ ബാബു മാത്രമേ വീണിട്ടുള്ളൂ, ബാബു മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ, ബാബു മാത്രമേ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ.
ഹരിപ്പാട്ട ഭൂമി ഇടപാട്, ഹരിപ്പാട്ട മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പം പ്രതിയാകാൻ പോകുന്ന പ്രതിപക്ഷ നേതാവാണ്. എന്തുകൊണ്ട് ഒരു മിനിറ്റ് ഇതുകൂടി അറിയട്ടെ, എന്തുകൊണ്ട് NTPC സ്വയം തയ്യാറായി കൊടുക്കാൻ തയ്യാറായ ഭൂമി വാങ്ങിച്ചില്ല? പകരം മറ്റു പാടങ്ങളിലേക്ക് പോയി. ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരും. ഷംസീർ ബുദ്ധിമുട്ടും. അങ്ങനെയെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിന് മാത്രമാണ് ഇതിൽ ഭയപ്പാടുള്ളത് എങ്കിൽ എന്തിന് ജേക്കബ് തോമസ് ഒഴിയാൻ സന്നദ്ധനാവണം? ജേക്കബ് തോമസ് എന്തുകൊണ്ട് ഒഴിയാൻ സന്നദ്ധനായി എന്ന് എനിക്കറിയില്ല. ജേക്കബ് തോമസ് താങ്കൾ പറയുന്ന വിലയിരുത്തൽ വെച്ചാണെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യം. ഒരു കാര്യം ഞാൻ പറയാം, ഗവൺമെന്റ് ഒരു തരത്തിലും ജേക്കബ് തോമസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന പാർട്ടി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അത്തരത്തിൽ ഒരു വിപ്രതിപത്തിയും ജേക്കബ് തോമസിനോട് ഇല്ല എന്നുള്ളത്. അദ്ദേഹം എന്തുകൊണ്ട് കത്ത് കൊടുത്തോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. കാരണം സഭക്കകത്ത് അങ്ങനെ മുഖ്യമന്ത്രി അധികാരി വിഷയം പറഞ്ഞു. സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിനകത്ത് ഞാനും ഇല്ല, വേണുമില്ല, പിന്നെ എങ്ങനെ വേണു പറഞ്ഞത് എനിക്കറിയില്ല. ഏതായാലും ശരി. ശ്രീ CR നീലകണ്ഠൻ, ഒരു കാര്യം ഇവിടെ ശ്രീ വാഴക്കൻ പറയുന്നതിലൊരു സത്യമുണ്ട്. ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ പോലെ ഈ ഫയലുകൾ പുറത്തേക്ക് വരുന്നതിലൊരു കാരണമുണ്ട്. അത് നാം പൊതുവിൽ കരുതുന്നത് പോലെ IAS ലോബി ഭയപ്പാടിലാണ്, IPS ലോബി ഭയപ്പാടിലാണ്, അതുകൊണ്ട് അവരെല്ലാവരും കൂടി സംഘം ചേർന്ന് ജേക്കബ് തോമസിനെ ആക്രമിക്കാൻ പോകുന്നു എന്നതുകൊണ്ടല്ല. അവരിത്രയേ ഉള്ളൂ ഈ കടലാസുകൾ പുറത്തുവിട്ടുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം. ജേക്കബ് തോമസ് ചെയ്ത പിഴവുകൾക്ക് ജേക്കബ് തോമസ് കുറ്റക്കാരനല്ല എന്നാണ് ഈ സമൂഹം വിധി എഴുതുന്നത് എങ്കിൽ KM എബ്രഹാമിനും അനുകൂലമായി ഈ സമൂഹം വിധി എഴുതണം. കാരണം ജേക്കബ് തോമസ് എന്ത് ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന റിപ്പോർട്ടുകളാണോ വരുന്നത്, സമാനമായ റിപ്പോർട്ടുകളാണ് KM എബ്രഹാമിനെതിരെയും. പക്ഷേ കോടതി കയറേണ്ടി വരികയാണ് വിജിലൻസിൻ്റെ നടപടി മൂലം. ഞാൻ ശ്രീ ടോം ജോസിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നില്ല, ഇതര കുഴപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ KM എബ്രഹാമിനെ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. കാരണം ധനകാര്യ വകുപ്പാണല്ലോ ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നത്. എബ്രഹാമിനൊരു യാഡ് സ്റ്റിക്കെങ്കിൽ അത് ജേക്കബ് തോമസിനും ബാധകമായ യാഡ് സ്റ്റിക്കാണ്. ഇതേ ഉള്ളൂ പുറത്തു വരുന്ന ഫയലിൽ നിന്ന് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. അപ്പോൾ ഒരു പക്ഷത്ത് ജേക്കബ് തോമസ് ഏറ്റവും ശരിയുടെ ഭാഗമെന്ന് പറയുക, മറുപക്ഷത്ത് KM എബ്രഹാം വലിയ കുഴപ്പക്കാരൻ എന്നും പറയുക. അത് ബുദ്ധിമുട്ടല്ലേ ശ്രീ CR നീലകണ്ഠൻ? അതാണോ ഇപ്പോൾ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാടകം? അല്ലല്ലല്ല, ഇതിൽ ഈ ജേക്കബ് തോമസ് കുറ്റക്കാരനാണോ അല്ലയോ എന്നത് ജേക്കബ് തോമസിനെതിരെ എന്ത് ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ, അത് നമുക്ക് വിഷയമേ അല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജേക്കബ് തോമസിനെതിരെ വന്ന ആരോപണങ്ങൾ വളരെ ശുഷ്കമാണ്. KM എബ്രഹാമിനെതിരെ വന്ന ആരോപണമല്ല വിഷയം. ജേക്കബ് തോമസിനെതിരെ വന്ന ആരോപണം ഇപ്പോൾ വളരെ ശുഷ്കമാണ്. പ്രത്യേകിച്ചും കെൽട്രോണും സിഡ്കോയുമായി ബന്ധപ്പെട്ട ഓർഡറിൻ്റെ കാര്യം അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ ടൈമിങ്ങിന്റെ വിഷയം ഇതിപ്പോ ഒരു മല പോലെ വന്നതല്ലല്ലോ. മാർച്ച് മുതൽ ഒരു സെക്കൻഡ് സാർ, അങ്ങേക്ക് ഞാൻ സമയം തരാം. അതിനു മുമ്പ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സിഡ്കോയുടെയും ഈ കെൽട്രോണിൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ. എൻ്റെ കയ്യിലുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ KP സായിക്ക് 2 റിപ്പോർട്ടാണ് 2 ദിവസം മുൻപ് വന്നത്, തിങ്കളാഴ്ച വന്നത്. ഇതിൽ പറയുന്നുണ്ട് ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് പോർട്ട് ഡയറക്ടർ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട നടപടികളുടെ കാര്യങ്ങൾ 19.86 കോടിയാണ് ഈ വലിയ തുറയിൽ അദ്ദേഹം പോർട്ട് ഓഫീസറായിട്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഡ്രഡ്ജർ അതിനുവേണ്ടി കോട്ട് ചെയ്യപ്പെട്ടത് 19.86 കോടി. ആ കമ്പനി സാർ IHL ബീവർ, അതൊരു വിദേശ കമ്പനിയാണ്. അവർ കോട്ട് ചെയ്തതാണ് 19.86 കോടി. 16 കോടി കോട്ട് ചെയ്തതാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML, സർക്കാർ സ്ഥാപനമാണ്. കരാർ കിട്ടിയത് 19 കോടിയുടെ ആളിന്. ഇത് സംബന്ധിച്ച പരാതികൾ വന്നപ്പോൾ ജേക്കബ് തോമസ് പറഞ്ഞത് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, ഈ വിദേശ കമ്പനിക്ക് ഇത് കൊടുത്താൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. അങ്ങനെ പറഞ്ഞാണ് ഈ 19ഉം 16ഉം തമ്മിലുള്ള അന്തരത്തെ അദ്ദേഹം നീതീകരിച്ചത്. ഇത് ക്രമവിരുദ്ധമല്ലേ? ഇതിപ്പോൾ സിഡ്കോയും കെൽട്രോണുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. ശ്രീ CR തുടരാൻ താങ്കൾക്ക്? അല്ല, തീർച്ചയായിട്ടും ഈ ഫയലും ഇതുമായി ബന്ധപ്പെട്ടതും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. കാരണം ഇത്ര കൊല്ലത്തേക്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്യാരണ്ടി കൊടുക്കുന്ന കമ്പനി കൂടി കണക്കാക്കുമ്പോൾ ഇതൊരു വളരെ ഹെവി എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അതിൻ്റെ ഡോക്യുമെൻ്റ് കണ്ടത് ഇങ്ങനെയാണ്.
ഹെവി എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് പലപ്പോഴും വളരെ കൂടുതലാണ്. ഒരു പാർട്ട് മാറ്റേണ്ടി വന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ വിലയുടെ വലിയൊരു ഭാഗം വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ പോലെയാണ്, കംപ്രസർ മാറ്റേണ്ടി വന്നാൽ ഫ്രിഡ്ജിൻ്റെ കോസ്റ്റിൻ്റെ വലിയൊരു ഭാഗം കംപ്രസറിന്. അങ്ങനെയുള്ളത് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ സാധാരണഗതിക്ക് അതുകൂടി ആഡ് ചെയ്തിട്ടാണ് പലപ്പോഴും കമ്പനികളുടെ കോൺട്രാക്ട് നിശ്ചയിക്കുക. ലോങ് ടൈം അതുപോലെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് എന്തേ ഈ വിവേകമില്ലാത്തത് ശ്രീ സിആർ? അല്ല, അത് കോസ്റ്റാണ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ ആ വിഷയത്തിൽ ഞാനിപ്പോഴും പറയുന്നു, ഇനി ഒരു കാര്യം കൂടി ശ്രീ സിആർ, ഇങ്ങനെ കോൺട്രാക്ട് അവാർഡ് ചെയ്യാനുള്ള അധികാരിയും അദ്ദേഹമല്ല, ബന്ധപ്പെട്ട വകുപ്പും അതിൻ്റെ മന്ത്രിയും ഒക്കെ ഉണ്ട്, അനുമതികൾ വാങ്ങേണ്ടതുണ്ട്. അങ്ങനെയും ഉണ്ടായിട്ടില്ല. അല്ല, അത് ഞാനിപ്പോഴും ജേക്കബ് തോമസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതെന്ന് നടന്ന കാര്യമാണ്. അതിനുശേഷം എത്ര അന്വേഷണം നടന്നു, എത്ര കാലം ഇവിടെ കഴിഞ്ഞു, എപ്പോഴാണ് ഈ റിപ്പോർട്ട് വരുന്നത്, ഇതിന്റെ ടൈമിംഗ് ആണ് പ്രശ്നം. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ യാഡ്സ്റ്റിക്ക് കെ എൻ എബ്രഹാമിനും ബാധകമാക്കണം. ഇപ്പൊ നാം പറയുന്നു ജേക്കബ് തോമസ് ശക്തമായി അഴിമതിക്കാർക്കെതിരെ നീങ്ങുന്നുവെന്ന്. എബ്രഹാം നീങ്ങിയിട്ടില്ലേ? എബ്രഹാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ട് ഈ കാഷ്യൂവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ലേ? മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ TVR ഷേണായി മുമ്പ് ലേഖനം എഴുതുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സിആർ, ആ പ്രധാനപ്പെട്ട ഒരു ലേഖനത്തിൽ TVR ഷേണായി പറയുന്നത് ഈ റിപ്പോർട്ട് ഇതേ രൂപത്തിൽ ഹൈക്കോടതി പരിഗണിച്ചാൽ അന്ന് ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടി വരും എന്നായിരുന്നു. കാരണം അത്ര ശക്തമായിരുന്നു ആ റിപ്പോർട്ട് എന്ന് സാരം. അല്ല വേണു, ഞാൻ പറയുന്നത് KM എബ്രഹാമിനെ ക്രൂശിക്കണമെന്നോ വേറെ ആരെങ്കിലും ക്രൂശിക്കണമെന്നോ അല്ല. ഇത് നിയമത്തിൻ്റെ പരിശോധനയ്ക്ക് പോകുന്ന കാര്യമല്ലേ. കേസ് വന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ എന്താ ഇത്രയും കാലമായിട്ട് ഒരു കേസ് എടുത്തില്ല? എന്തുകൊണ്ടൊരു കേസ് പോലും ഇട്ടില്ല? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇദ്ദേഹം പറഞ്ഞു എനിക്കെതിരെയുള്ള ചാർജുകൾ നിങ്ങൾ FIR ഇടൂ, അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ഇടൂ. ഒന്നും ചെയ്തില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ് 5 കൊല്ലം ശ്രീ വാഴക്കൻ അടക്കമുള്ള ആളുകളുടെ ഗവൺമെൻറ്റിനെതിരെ ഇനി അദ്ദേഹം പറയാത്ത തർക്കങ്ങളില്ല. എല്ലാ തരത്തിലുള്ള തർക്കങ്ങളും ഇവിടെ നടന്നു. ആ തർക്കം മുഴുവൻ നടന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്തില്ലല്ലോ. എന്നെ വാദിയായിട്ടാണോ പ്രതിയായിട്ടാണോ ഒന്ന് കോടതിയിൽ കൊണ്ടുപോകൂ.